ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ദ 17th ഡേ ഓഫ് മൈ ചലഞ്ച്. ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അപ്പം ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നലെ പെസഹ വ്യാഴമായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയിട്ട് ക്ലാസ് ഇല്ല. രാവിലെ എണീറ്റപ്പോൾ ഞാൻ AC ഇട്ടിട്ടാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ കുറച്ച് നേരം ഇടും, എന്നിട്ട് ഓഫ് ചെയ്യും. പിന്നെയും ചൂട് വരുവാണെങ്കിൽ ഞാൻ ഇടത്തുള്ളൂ, ഫാൻ ഇട്ടേക്കും. പക്ഷേ ഇന്നലെ ഞാൻ AC ഓഫ് ചെയ്തതിന് ശേഷം എനിക്ക് തണുത്ത്, ഭയങ്കരമായിട്ട് തണുത്ത്. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഈ ഉടുപ്പ് മാത്രം ഇട്ടിട്ട് തണുക്കുന്നു. നേരം വെളുത്ത് സൂര്യൻ വരുമ്പോഴത്തേക്ക് ഈ ചൂടൊക്കെ വരുമായിരിക്കും. വെയിൽ വന്ന് അടിക്കുമ്പോഴത്തേക്ക് ഈ തണുപ്പൊക്കെ പോകും. പക്ഷേ എങ്കിലും ഇപ്പം എനിക്കെന്തോ തണുക്കുന്നു. സോ ഞാൻ ഇന്നലെ താമസിച്ചുമാണ് ഉറങ്ങിയത്. പക്ഷേ ഇപ്പം എണീറ്റു. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ 5 മണി വരെ ഉണ്ട് ക്ലാസ്. സോ നമുക്കിപ്പം നമ്മുടെ രാവിലത്തെ കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ട് രാത്രി ഞാൻ കുറച്ച് ചോറ് കഴിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ വിശപ്പില്ല, എങ്കിലും നമുക്കതൊക്കെ ചെയ്യാം. മെഡിറ്റേഷനും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് എഴുതി ഇരുന്നിട്ട് സമയം പോയി അറിഞ്ഞില്ല. എനിക്ക് കുറേ ഇന്ന് പഠിക്കാനൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ രാവിലെ കുറേ പ്ലാനിങ് ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിരുന്ന് എൻ്റെ മാനുവൽസ് ഒക്കെ എഴുതി. അപ്പോൾ ഇനി ബാക്കി എഴുതാനുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മണ്ടത്തരം കാണിച്ചായിരുന്നു. അതായത് ഫാർമക്കോളജിയുടെ പ്രാക്ടിക്കൽ ഞാൻ എൻ്റെ മനസ്സിൽ ഫാർമക്കോളജിയുടെ മാനുവൽ ഞാൻ എടുത്ത് വെച്ചെന്നാണ് ഓർമ്മ. പക്ഷേ എടുത്ത് വെച്ചില്ലായിരുന്നു. എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നത്, പിന്നെ എനിക്ക് അവിടെ ഇവിടെ വരെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച കാണിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് സാറൊരു എക്സസൈസ് എടുത്തു. ആ എക്സസൈസ് അന്ന് തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിനി എഴുതിയിട്ടത് കൊണ്ടുപോയി വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മൺഡേ എന്തായാലും ഫാർമക്കോളജി ഉണ്ട്. വിചാരിച്ച് ഇപ്പം അതാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് എഴുതിയിട്ട് മൺഡേ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതാണ് മണ്ടത്തരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പോയി കോഫി ഇട്ട് കുടിക്കാം. ഇന്നലെ ഞാൻ ചമ്മന്തിയാണ് അരച്ചത്, സാമ്പാറൊന്നും ഞാൻ വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സാമ്പാറൊക്കെ വെക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും കോഫിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് ഈ ബൂസ്റ്റ് കലക്കി കുടിക്കാൻ. കുറേ നാളായിട്ട് അമ്മ അയച്ചത്, അതിൻ്റെ ഒരു 1/4 ഭാഗം പോലും ഞാൻ തീർത്തില്ല. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് കുടിക്കാൻ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിൽ അമ്മ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ഡെയിലി തരുമായിരുന്നു പാല് കുടിക്കാൻ വേണ്ടി. സോ ഞാൻ വിചാരിച്ചു പിന്നെ ആ കുട്ടിക്ക് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ സാമ്പാർ ആ കുട്ടി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഗൈസ്, ഞാൻ ഇത്രയും നേരം ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. ചുമ്മാ സമയം പോയതേ അറിഞ്ഞില്ല വായിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കുക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ കുട്ടി കുക്ക് ചെയ്യുന്നു. അവൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഫുഡ് കുക്ക് ചെയ്തു. അപ്പോൾ ഞാനത് പിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ. പിന്നെ ഞാനിപ്പോൾ പോയി പാത്രമൊക്കെ കഴിയിട്ടിപ്പോഴാണ് ഞാൻ കുക്കറിനകത്ത് മറ്റേ പരിപ്പ് വേവിക്കാൻ വെച്ചത്. സാമ്പാർ ഉണ്ടാക്കണം. നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴത്തേക്കൊക്കെ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വായന കണ്ടിന്യൂ ചെയ്യട്ടെ. എന്നിട്ട് എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല മാനുവൽസ് ഒക്കെ എഴുതാനുണ്ട്, എഴുതണം. അപ്പോൾ ഇപ്പോൾ ചൂടെടുക്കുന്നുണ്ട് എനിക്ക് സാധനം മൂടി കളയണം. ഞാൻ പിന്നെ പാചകത്തിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു. ഞാൻ കുറേ നേരം ഏകദേശം അരമണിക്കൂർ ഞാൻ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചു. പിന്നെ ഞാനിപ്പം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി. സാമ്പാർ ഞാൻ ഇനി തീർക്കാനായിട്ട് ഇരിക്കുന്നത്. സാമ്പാർ ഇനി പൊടിയൊക്കെ ഇട്ട് ആക്കണം. ഞാൻ വിചാരിച്ചു എനിക്ക് വിശക്കുന്നു, നല്ല വിശക്കുന്നു. ഞാൻ വിചാരിച്ചത് ചോറൊക്കെ ഇതാക്കിയിട്ട് തൈരുമായിട്ട് കഴിക്കാം. തൈരും ഇതും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. എന്നിട്ട് സാമ്പാർ അതിൻ്റെ ആ പ്രോസസ്സിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ദിവസം കഴിക്കട്ടെ. നല്ല വിഷമം. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി തീരുന്നത് പോലും ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ തൈരുമായിട്ട് കഴിക്കുകയാണ്. കാരണം ആ കുട്ടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സമയം താമസിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറേ വർക്ക് ടു ഡു. ഹായ് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ മാനുവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 4 മണി എന്തായാലും തോന്നുന്നു. അപ്പോൾ എനിക്കിനി കുളിക്കണം ഗൈസ്. അപ്പം ഞാൻ ഇത്ര നേരം മാനുവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ തുണി കഴുകണം. തുണി കഴുകിയിട്ട് പിന്നെ വന്ന് പഠിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഞാൻ കൂടുതൽ ചെയ്തു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഇനി പോയി കുളിക്കണം. കുളിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചാൽ നാളെ എണ്ണ വെച്ചൊക്കെ കുളിക്കാമെന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും ഒട്ടും സമയമില്ല. 5 മണി വരെ ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നാളെ 3 മണി വരെ ഉള്ളൂ ആക്ച്വലി. പക്ഷേ ഇതിപ്പോൾ എക്സ്ട്രാ ക്ലാസ് വെച്ചിരിക്കുകയാണ്. എക്സ്റ്റൻഷൻ്റെ പ്രാക്ടിക്കലിൻ്റെ എക്സ്ട്രാ ക്ലാസ് 3 to 5. ഒന്നും പറയാനില്ല എനിക്ക് അതിനെക്കുറിച്ച്. സോ ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഞാൻ നാളെ കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ 5 മണി വരെയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും വരുമ്പോഴത്തേക്ക്. മാത്രമല്ല എനിക്ക് ഈ ഒരുപാട് സന്ധ്യയായിട്ട് കുളിച്ച് എണ്ണയൊക്കെ കുളിച്ചിറങ്ങി എനിക്ക് നീരിറങ്ങിയിട്ട് പിന്നെ അത് വലിയ പണിയാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേണ്ട, തലവേദനയാവും, പിന്നെ പ്രശ്നമാവും, എന്തിനാ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുളിക്കാം, നാളെ തുണി കഴുകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഞാൻ ഗൈസ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എനിക്ക് തോന്നി ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു നല്ലൊരു ക്ലൈമറ്റ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് ഷോ യു. ഇത് കണ്ടോ ഗൈസ്, നല്ല മഴക്കോള് വന്നിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മഴക്കോളുണ്ടോ, മഴക്കാറുണ്ടോ? അതൊരു ടെമ്പിളാട്ടോ, ജെയിൻ ടെമ്പിളാണ്. അത് മലയുടെ മുകളിൽ കാണുന്നത്.
കുരങ്ങൻ കയറുന്നുണ്ടോ? കില്ലാടികൾ തന്നെ. കാരണം ഗൈസ് ഇവിടെ സാധാരണ ഇവിടെ 7 മണിയാവും. സമ്മർ സീസണിലൊക്കെ 7 മണിയാണ് ഇവിടെ ഇരുട്ടാനെടുക്കുന്നത്. 7:30. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്, എന്ത് 7:30 ആയിട്ടും ഇരുട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് മഴക്കാറുള്ളതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, സുഖമുണ്ട്. എനിക്കിനിയുള്ള പരിപാടി പഠിക്കണം. VPH ഒന്ന് വായിക്കാനുണ്ട്, പുതിയ ചാപ്റ്റർ മാം തുടങ്ങി, അപ്പോൾ അതൊന്ന് വായിക്കണം. പിന്നെ മാനുവലൊക്കെ കംപ്ലീറ്റ് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ട് നാളെ കൊണ്ട് കാണിക്കണം. ചിലപ്പോഴേ ഞാൻ നാളെ കൊണ്ട് കാണിക്കും. പാരസൈറ്റോ മാത്രം ചിലപ്പോൾ നാളെ കൊണ്ട് വയ്ക്കും, കാരണം ബിക്കോസ് ഞങ്ങൾക്ക് നാളെ പാരസൈറ്റോ ഉണ്ട്, പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കൊണ്ടുപോയി വെക്കും. ബാക്കിയൊക്കെ മൺഡേ ആയാലും വെച്ചാൽ മതി. സോ ഇനി 1 വീക്ക് കൂടെ ഉണ്ട്, കറക്റ്റ് 1 വീക്ക് ഉണ്ട്. നെക്സ്റ്റ് സാറ്റർഡേ ഞാൻ നാട്ടിൽ പോകും. ആൻഡ് യുനോ എൻ്റെ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തി. ഭയങ്കര ഒരു ഐ എം മിസ്സിങ് മൈ ഹോം. ഓക്കെ, സോ നാട്ടിൽ പോവാം. നാട്ടിൽ പോയിട്ട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എത്ര എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കുറേ നാളിങ്ങനെ മാറി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. വീട് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടി ഇറക്കിയാണ്. ഇനി പോയി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് ചായ ഇടണം. ചായ ഇട്ടിട്ട് ഞാൻ വീണ്ടും പഠിക്കാനിരിക്കും. പിന്നെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. സോ ഇതൊക്കെയാണ് പരിപാടി. ഇന്നൊരു അത്യാവശ്യം ബിസി ഡേ ആയിരുന്നു, കാരണം ഇന്ന് എനിക്ക് ഫുൾ ടൈം എന്താ പറയുക ജോലിയായിരുന്നു, അടുക്കളയിലും പിന്നെ കുളിയും നനയും ഒക്കെ ആയിട്ട്. തുണി മാത്രം കഴുകിയില്ല, സമയമില്ലാത്തതുകൊണ്ട് നാളെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ഇനി വീഡിയോ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. സോ അപ്പോൾ ഇന്നെൻ്റെ 17th ഡേ ആയിരുന്നു, ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ബിസി ഡേ. ആൻഡ് നാളെ 18th ഡേ ആണ്. സോ വൈകാതെ ഇനി 2 ദിവസം കഴിഞ്ഞ് 20 ദിവസമാവും. സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളെ ഞാൻ എൻ്റെ 18th ഡേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനാണെങ്കിൽ മേളിൽ ചെന്ന് നിന്ന സമയത്ത് ഞാൻ ഭയങ്കര കൗതുകത്തോടാണ് ഇവർ മേളിൽ കയറിയിരിക്കുന്നത്. ഇവർ മേളിൽ നിന്നിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ താഴോട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ താഴെ ഇറങ്ങി എപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അപ്പോൾ പുരിയില്ല, ഇപ്പോൾ പുരിയത് എന്തോ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ താഴെ ഇറങ്ങി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചായ ഇടാൻ പോയപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. നോക്കുമ്പോൾ ഭയങ്കര കാറ്റും, അവിടെ ഇവിടെയൊക്കെ ചെന്താണ്ടൊക്കെ വന്ന് വീഴുന്ന സൗണ്ടും ഭയങ്കര കാറ്റും. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴയും കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ്. ഇപ്പോൾ ആനിമൽസിന് ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ നേരത്തെ, അതാണ് ഇന്നാണ് നേരിട്ട് കാണുന്നത്. കാര്യം കാണിച്ചാൽ നേരത്തെ ഭയങ്കര കൊടുങ്കാറ്റ് വീശുന്ന പോലെ കാറ്റ് വീശിയിട്ട് നിൽക്കുന്ന സ്ഥലമാണോ ഇതൊന്നും നിങ്ങളിപ്പോൾ പറയണം. നേരത്തെ ഭയങ്കര കാറ്റായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര കൂളായിട്ട് ഭയങ്കര ചെറിയ രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നു. മഴയുടെ ആ ഒരു അത്യാവശ്യം ഭയങ്കര കാർമേഘമൊക്കെ പോയി, അത്യാവശ്യം നല്ല കൂൾ ബ്രീസ് അടിക്കുന്നുണ്ട്, ചെറിയ കാറ്റ്. ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, നമ്മൾ കൊടുങ്കാറ്റ് പോലെ നമ്മൾ വിചാരിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് കാമായിട്ടിരുന്നാൽ. എൻ്റെ ഒരു അനുഭവത്തിന് പറയുകയാണ്, ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പക്ഷേ ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിനും ആവശ്യമില്ലാത്ത ആളുകളോടും നമ്മൾ വെറുതെ കിടന്നിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ബി സൈലൻറ്റ്. കുറച്ച് കഴിയുമ്പം അത് ഓക്കെ ആവും. ഞാനിപ്പോൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കും. എപ്പോഴും ഞാൻ അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ളൊരു സാധനമാണ് അത്. ഞാനിങ്ങനെ സൈലൻ്റായിട്ടിരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും എക്സ്പേർട്ടൊന്നും ആയില്ല, പക്ഷേ ഐ എം ഡൂയിങ് ഇറ്റ് ആൻഡ് ഐ എം ട്രൈയിങ് ടു ഡു ഇറ്റ്. സോ അതാണ് നല്ലത്. കൊടുങ്കാറ്റ് പോലെ വന്നിട്ടിങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, നമ്മളങ്ങനെ കൊടുങ്കാറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കൂളായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളിരുന്നാൽ സന്തോഷം.